ഇന്ന് നമ്മൾ അധികമായി സംസാരിച്ചു വരുന്ന ഒരു വിഷയമാണ് ഏത് പ്രായത്തിൽ നമ്മൾ വിവാഹിതരാവണം, ഏത് പ്രായത്തിൽ നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം എന്നുള്ളത്. ഞാൻ ഡോക്ടർ അനശ്വര, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, കിംസ് വാലിയത്ത് ഹോസ്പിറ്റൽ. ഇന്ന് പലരും കരിയർ സംബന്ധമായിട്ട് പല വിഷയങ്ങളിൽ വളരെ കുഞ്ഞുങ്ങളാവാൻ താമസം വരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിച്ച് ഒത്തിരി നാളത്തേക്ക് നമ്മളുടെ പ്രഗ്നൻസി നീട്ടിവെക്കുന്നു. പിന്നെ ഇപ്പം ധാരാളമായി കണ്ടുവരുന്നതാണ് പുറത്തേക്കുള്ള ആളുകളുടെ പോക്ക്, അതായത് മൈഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നീട്ടിവെക്കുന്ന ഒരു കാര്യം നമ്മുടെ പ്രഗ്നൻസിയാണ്. അപ്പം സാധാരണ എല്ലാവരോടും പറയാനുള്ള ഒരു വലിയ കാര്യമാണ്, അതായത് നമ്മളൊരു 20, 25, 30 വയസ്സിനുള്ളിൽ നമ്മളുടെ വിവാഹവും അതുപോലെ തന്നെ ആദ്യത്തെ കുട്ടി ആ ഒരു ഏജിൽ ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ 30 വയസ്സിന് മുകളിലോട്ടൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലോട്ട് ആവുമ്പോൾ നമ്മളുടെ ഓവം അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയിലേക്ക് പോവുക, പിന്നീട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരിക. ഇപ്പോൾ തന്നെ ഈ മൈഗ്രേറ്റ് ചെയ്ത പല ആൾക്കാരും ഓസ്ട്രേലിയ, UK, US അല്ലെങ്കിൽ UAE ഇങ്ങനത്തെ പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള ആൾക്കാർ അവരുടെ കരിയർ വിവാഹം കഴിഞ്ഞ് ഒരു 4-5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ കുഞ്ഞുങ്ങളായില്ല എന്ന് പറഞ്ഞ് വരുന്ന ഒത്തിരി പേരെ കാണാൻ സാധിക്കാറുണ്ട് OP-യിൽ. അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു വിവാഹം കഴിഞ്ഞ് 1 വർഷത്തോളം കുഞ്ഞിനായി ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആയില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ ഒരു ഡോക്ടറെ കാണുക. പ്രഗ്നൻസി അധികം നീട്ടി വെക്കാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ അത് പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ആസ് ഏജ് അഡ്വാൻസസ് ഫെർട്ടിലിറ്റി റേറ്റ് കുറയും. പിന്നീട് IVF അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകും. അത് മാനസികവും ശാരീരികവുമായി സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്.